എടാ എറണം കെട്ടവനെ, അവന്റെ അമ്മയുടെ സ്നേഹനിധി. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇരിനോട് ചോദിക്കരുത്. ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡ് ആവും. നമ്മുടെ നിവിൻ പോളിയുടെ പുതിയ സിനിമയായ മലയാളീസ് ഫ്രം ഇന്ത്യ കണ്ടവർക്ക് എല്ലാവർക്കും ഈ വീട് കത്തിയിട്ടുണ്ടാവും. ഇതാണ് നിവിൻ പോളിയുടെ വീട് ആ സിനിമയിൽ. ആ വീടിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണത്. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ആ വീട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ സീൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ സീൻ എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒറിജിനൽ വീടിൽ നിന്ന് കുറച്ച് ഭാഗം സെറ്റിട്ടതാണ്. ആ പെങ്ങൾ ട്യൂഷൻ വീട് പഠിപ്പിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ സെറ്റിട്ടതാണ് ഒരു ടെമ്പററി ആയിട്ട്. കണ്ടോ, അവിടെ കൊട്ടുമ്പോഴുള്ള ആ ഒരു വോയിസ് നമ്മുടെ ഒരു ബ്രിക്കിൽ കൊട്ടുമ്പോഴല്ല, ജസ്റ്റ് ഫ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ജസ്റ്റ് ആ ഒരു തിണ്ടില്ലേ, അവിടുന്ന് ശേഷമാണ് ഇവരുടെ ഒറിജിനൽ വീട്. ബാക്കിയെല്ലാം ടെമ്പററി സെറ്റ് ഇട്ടതാണ്. പക്ഷെ നമുക്കൊരിക്കലും മനസ്സിലാവില്ല കേട്ടോ, നമ്മളവിടെ പോയി കാണുമ്പോഴൊന്നും സെറ്റ് ഇട്ടതാണെന്ന്. ഇവർ ഈ ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടി സെറ്റിന് കുറേ, ഇത് ആക്ച്വലി നല്ലൊരു പുതിയ വീടായിരുന്നു, പക്ഷേ ഇവർ ഒരു പഴയ വീടിൻ്റെ എല്ലാ ഒരു സെറ്റപ്പും അതിൽ ഇതാക്കിയിട്ടുണ്ട്. ആ ഡയറക്ടർ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. കാരണം കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പക്ക പഴയ വീട് പോലെ നമുക്ക് തോന്നുള്ളൂ, പക്ഷേ ആക്ച്വലി അതൊരു പുതിയ വീടായിരുന്നു. പിന്നെ ഇതാണ് ആ പുറത്തുള്ള ഒരു ഇത്. ഇവിടുന്നും കുറേ സീനുകളൊക്കെ എടുത്തിട്ടുണ്ട്. ആ പെങ്ങൾ ഫോൺ വിളിക്കുന്ന രംഗം അതൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട്, ഈ സിനിമ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കൂടെ നിങ്ങൾക്ക് സ്പോട്ട് എവിടെയാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ജസ്റ്റ് ഗസ് ചെയ്ത് അതും കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ബായ്.